ഹായ്, നമ്മളിന്ന് ആലുവയിലുള്ള ശ്രീ ദത്താത്രേയ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ശ്രീ ആഞ്ജനേയ സ്വാമി ക്ഷേത്രമാണ്. നമ്മുടെ കാര്യസിദ്ധി ആഞ്ജനേയനാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ കേട്ടോ. ഇവിടെ കണ്ടോ, നമ്മുടെ കാര്യസിദ്ധി ആഞ്ജനേയൻ്റെ വലിയൊരു പ്രതിമ തന്നെയുണ്ട്. നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമുക്ക് ആഞ്ജനേയൻ്റെ കാൽക്കൽ അർപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരാഗ്രഹവും ആഞ്ജനേയൻ സാധിച്ചു തരും എന്നാണ് ഇവിടുത്തെ വിശ്വാസം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് നാളികേര വ്രതമാണ് കേട്ടോ. 41 ദിവസത്തെ നാളികേര വ്രതമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വഴിപാട്. ഇവിടെ ആഞ്ജനേയനെ കൂടാതെ ശ്രീ ദത്താത്രേയ സ്വാമിയും അതേപോലെ തന്നെ പാതാള പഞ്ചമുഖ ആഞ്ജനേയ സ്വാമിയും നവഗ്രഹങ്ങളും നാഗങ്ങളും അതേപോലെ തന്നെ വിഘ്നേശ്വരനും അതേപോലെ തന്നെ ദത്താത്രേയ സ്വാമിയുമാണ് കേട്ടോ ഇവിടുത്തെ മറ്റ് പ്രതിഷ്ഠകൾ. ഇവിടുത്തെ മെയിൻ വഴിപാടായിട്ടുള്ള നാളികേര വ്രതം വളരെ പ്രസിദ്ധമാണ്, വളരെ കാര്യസിദ്ധിയുള്ളതുമാണ് നാളികേര വ്രതം കേട്ടോ. നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സാധിക്കാനുണ്ടെങ്കിൽ 41 ദിവസം നമ്മൾ ആഞ്ജനേയന് കാര്യസിദ്ധി വ്രതം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സാധിക്കുന്നതാണ് കേട്ടോ വിശ്വാസം. നമ്മൾ 41 ദിവസം ആദ്യം ഇവിടെ വന്ന് നാളികേരം കെട്ടണം. അതിനുശേഷം 41 ദിവസം വ്രതം അനുഷ്ഠിക്കുക. അതോടൊപ്പം തന്നെ കാര്യസിദ്ധി ആഞ്ജനേയൻ്റെ മന്ത്രങ്ങളും ജപിച്ച് നമ്മൾ വ്രതം അനുഷ്ഠിച്ച് 41 ദിവസത്തിന് ശേഷം ആ നാളികേരം അഴിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഈ അമ്പലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പലമാണ്. ഒരുപാട് കൊത്തുപണികളും ചിത്രങ്ങളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ഇതാണ് നമ്മുടെ പാതാള പഞ്ചമുഖ ആഞ്ജനേയ സ്വാമി പ്രതിഷ്ഠ ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല കൂളിംഗ് ആണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ ദോഷങ്ങളും എല്ലാ ദുഃഖങ്ങളും തടസ്സങ്ങളും എല്ലാം മാറാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക വഴിപാടുകളും ഇവിടെയുണ്ട് കേട്ടോ. നമ്മളും കഴിച്ചു ആ വഴിപാട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ച് പാതാള പഞ്ചമുഖ ആഞ്ജനേയ സ്വാമിയുടെ നടക്ക് എല്ലാ ദുഃഖങ്ങളും അർപ്പിച്ച് നല്ലോണം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തടസ്സങ്ങളും തീരുന്നതാണ് കേട്ടോ വിശ്വാസം. അങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ച് വലം വെച്ച് കഴിയുമ്പോൾ ഒരു എള്ളുതിരി തരും. ആ എള്ളുതിരി നമ്മളിവിടെ പുറത്ത് കൊണ്ടുവന്ന് കത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ തടസ്സങ്ങളും എല്ലാ ദോഷങ്ങളും ഈ തിരിയിൽ എരിഞ്ഞ് തീരുമെന്നാണ് കേട്ടോ വിശ്വാസം. അങ്ങനെ നമ്മളും ചെയ്തു ആ വഴിപാട് കേട്ടോ. അങ്ങനെ നമ്മൾ വഴിപാടൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് അതിന് ചുറ്റും നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റും കണ്ടോ നല്ല വ്യൂ ആണ്. കുറച്ച് സന്ധ്യയായി ഇരുട്ടായി തുടങ്ങി കേട്ടോ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ പെരിയാർ കേട്ടോ. ആലുവാപ്പുഴയുടെ തീരത്ത് തന്നെയാണ് നമ്മുടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ചുറ്റുമായിട്ടും ഇതുപോലെ ഒരുപാട് ചെടികളും ലൈറ്റുകളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ഷേത്രം ആലുവയ്ക്ക് അടുത്ത് ദേശം കുന്നുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.